ഇസ്രായേലും ഇറാനും സമ്പൂർണ്ണ വെടിനിർത്തലിന് ധാരണയായെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 6 മണിക്കൂറിനുള്ളിൽ വെടിനിർത്തൽ നിലവിൽ വരും എന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. എന്നാൽ വെടിനിർത്തൽ സംബന്ധിച്ച് ഒരു കരാറുകളും നിലവിൽ വന്നിട്ടില്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പ്രതികരിച്ചു. ഇസ്രായേൽ ആക്രമണം നിർത്തിയാൽ തങ്ങളും അവസാനിപ്പിക്കും. സൈനിക നീക്കങ്ങളെക്കുറിച്ചുള്ള അന്തിമ തീരുമാനം പിന്നീടെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. വിവരങ്ങളുമായി മധു കൊട്ടാരക്കരയാണ് ചേരുന്നത് ന്യൂജേഴ്സിയിൽ നിന്ന്. മധു, ഗുഡ് ഈവനിങ് അഗെയിൻ. ഇപ്പോൾ ഈ അബ്ബാസ് അരാഗ്ചിയുടെ പോസ്റ്റ് വന്നിരിക്കുന്നതിൽ ഔദ്യോഗികമായ ധാരണയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇസ്രായേൽ പുലർച്ചെ 4 മണി മുതൽ ആക്രമണം നടത്തുന്നില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങളും തിരിച്ചാക്രമിക്കുന്നില്ല, അന്തിമ തീരുമാനം പിന്നീട് വരും എന്നാണ് പറയുന്നത്. അത് ഒരു വെടിനിർത്തലിലേക്കുള്ള നീക്കമെന്ന് തന്നെ കാണേണ്ടതല്ലേ? തീർച്ചയായിട്ടും ക്രിസ്റ്റീന, ഡൊണാൾഡ് ട്രംപ് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് തമീം ബിൻ ഹമാദിനെയായിരുന്നു ഈ ഒരു ദൗത്യം ഏൽപ്പിച്ചത്. ഈ ഒരു വെടിനിർത്തൽ കരാറിനോട് ഇസ്രായേൽ സഹകരിക്കുകയും അതിൽ ഒപ്പുവെച്ചതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്നാൽ ഇറാന്റെ ഭാഗത്തു നിന്ന് ഇതുവരെയും ഇങ്ങനെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. ഇതാദ്യമായിട്ടാണ് അവരുടെ വിദേശകാര്യമന്ത്രി അബ്ബാസിന്റെ ഇത്തരം ഒരു പ്രസ്താവന വരുന്നത്. ഇത് ഇറാന്റെ മുൻ നിലപാടിനോട് അലൈൻ ചെയ്തു പോകുന്നതാണ്. അതായത് ഇസ്രായേൽ വെടിനിർത്തൽ നടപ്പിലാക്കുന്ന ആ സമയം മുതലായിരിക്കും ഇറാൻ ഇതിനോട് സഹകരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം അതിനൊരു സമയപരിധിയും കൂടെ നൽകിയിരിക്കുകയാണ്. ടെഹ്റാനിലെ പുലർച്ചെ 4 മണിക്ക് മുമ്പ് ഈ വെടിനിർത്തൽ ഇസ്രായേൽ നിർത്തണമെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ ഈ 6 മണിക്കൂർ വിൻഡോ ടൈം എന്ന് പറയുന്നത് ഈ പുലർച്ചെ ടെഹ്റാനിലെ 4 മണിയുമായിട്ട് ഒരുപക്ഷെ ചേർത്ത് വായിക്കേണ്ടി വരുമായിരിക്കും. കൃഷ്ണ, മധു, ഈ ഏകപക്ഷീയമായി ഒരു സമാധാനത്തിലേക്ക് നീങ്ങാൻ പ്രാപ്തമായ തരത്തിലുള്ള ഏതെങ്കിലും ഒരു നീക്കങ്ങൾ ഇരു രാജ്യങ്ങളുടെയും ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. എന്തെങ്കിലും തരത്തിലൊരു പ്രകോപനമില്ലാത്ത സാഹചര്യത്തിലും അല്ലെങ്കിൽ ആക്രമണം നടക്കാത്ത സാഹചര്യത്തിലും മാത്രമേ ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ. ഇപ്പോൾ ഒരു ചർച്ചയ്ക്കുള്ള സാഹചര്യം രൂപപ്പെടുന്നുവെന്ന് പൊതുവെ പശ്ചിമേഷ്യയിൽ ഉണ്ടാകുന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ വിലയിരുത്താൻ കഴിയുമോ മധു? ശ്രീജിത്ത്, ഇത് നമ്മൾ തെരുവിൽ 2-3 പേര് അടികൂടുന്നത് പോലെ അത്ര ലാഘവത്തോടെ കാണാൻ പറ്റാത്തതാണ് വലിയ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം. പ്രത്യേകിച്ച് ഇറാനെ സംബന്ധിച്ചും അമേരിക്കയെ സംബന്ധിച്ചും ഇസ്രായേലിനെ സംബന്ധിച്ചും ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് അവരുടെ മാത്രമല്ല ആവശ്യം, ലോകരാജ്യങ്ങളുടെ തന്നെ ആവശ്യമാണ്. കാര്യം ഇന്നലെ ഈ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ തന്നെ 4% ക്രൂഡ് ഓയിൽ ബാരലിന് അന്താരാഷ്ട്ര വിപണിയിൽ വില ഉയർന്നത്. തന്നെയുമല്ല, ഇറാൻ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അവർ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കും എന്നുൾപ്പെടെയുള്ളത്. ഇത് വലിയ തോതിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം ബാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ചൈന കൂടുതലും എണ്ണയ്ക്കായി ഇറാനെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് ചൈനയ്ക്കും അതുപോലെ റഷ്യക്ക് വേണ്ട ആയുധങ്ങൾ, ഡ്രോണുകൾ ഉൾപ്പെടെയുള്ളത് യുക്രൈൻ യുദ്ധത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അത്തരമൊരു ആവശ്യമുണ്ട്. തന്നെയുമല്ല, ഇറാന്റെ ഭാഗത്തുള്ള മിസൈലുകൾ, ദീർഘദൂര മിസൈലുകൾ തീർന്നു എന്നാണ് അമേരിക്ക കരുതുന്നത്. ഇനി ഷോർട്ട് റേഞ്ച് മിസൈലുകളാണ് ഉള്ളത്. അതുകൊണ്ട് അവരുടെ കയ്യിലുള്ള ആയുധശേഖരവും അവരത് പെട്ടെന്ന് അത് അവസാനിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു സമാധാനത്തിലേക്ക് പോകും. അതാണ് ലോക രാജ്യങ്ങൾക്ക് നല്ലത്, ലോകത്തിന് നല്ലത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന 6 മണിക്കൂറിനുള്ളിൽ സമാധാനം പുലരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. വിജിത്. ശരി, മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. എന്തായാലും ഒരു വെടിനിർത്തൽ സാധ്യമാകും എന്ന തരത്തിലുള്ള പ്രതികരണമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ഘട്ടത്തിൽ നടത്തിയിരിക്കുന്നത്. സാധ്യമാവും എന്ന് തന്നെയാണ് പൊതുവെ കരുതുന്നത്. കാരണം എല്ലായിടങ്ങളിലും വിവിധ രാജ്യങ്ങളിലടക്കം ഇതിൻ്റെ ഈ സംഘർഷത്തിൻ്റെ പ്രതിസന്ധികൾ കൂടുതലായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. നമ്മുടെ വിമാന സർവീസുകളടക്കം, ഗൾഫ് മേഖലയിലേക്കുള്ള വിമാന സർവീസുകളടക്കം റദ്ദാക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ സമാധാന നീക്കങ്ങൾ സജീവമാകുന്നുണ്ട്. അതിനിടയിലും ഇരു രാജ്യങ്ങളും, ഇസ്രായേലും ഇറാനും അതിനോട് അനുകൂലമായി പ്രതികരിക്കുമോ എന്നുള്ളതാണ് ശ്രദ്ധേയം. ഇപ്പോൾ ഇറാൻ വിദേശകാര്യമന്ത്രിയുടേതായി പുറത്തു വന്ന പ്രതികരണം, ഇസ്രായേൽ ആക്രമണം നിർത്തിയാൽ ഞങ്ങളും ആക്രമണം നിർത്താൻ തയ്യാറാണ് എന്നുള്ളതാണ്. ഈ സംഘർഷത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ആ ഒരു സമീപനം ഇറാൻ സ്വീകരിക്കുന്നുണ്ട്. ഏകപക്ഷീയമായി ഒരു സമാധാന ചർച്ചയ്ക്ക് സാധ്യമാകാൻ കഴിയില്ല. നേരത്തെയും ആ ചർച്ചകളിൽ നിന്ന് പിന്മാറുന്നത് നമ്മൾ കണ്ടിരുന്നു, ഇറാൻ പിന്മാറുന്നത് നമ്മൾ കണ്ടിരുന്നു. ഒരു ഇസ്രായേൽ ആക്രമണം നിർത്തുന്ന ഘട്ടമാണെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാണ്, അല്ലെങ്കിൽ ഒരു സമാധാനത്തിന് സാധ്യമാണ് എന്നുള്ളതാണ് ഇറാന്റെ പ്രതികരണം സൂചിപ്പിക്കുന്നത്.